സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും അറസ്റ്റും രാജ്യവ്യാപകമായി ചർച്ചയാകുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഇന്ത്യയെ വിമർശിച്ചും ചൈനയെ പുകഴ്ത്തിയും സംസാരിക്കുന്ന സോനം വാങ്ചുക് എന്ന അവകാശവാദത്തോടെയാണ് ഈ വീഡിയോ പങ്കുവയ്ക്കപ്പെടുന്നത്. എന്നാൽ ഈ അവകാശവാദം ശരിയാണോ? ദി ക്വിന്റിന്റെ ഫാക്ട് ചെക്ക് വിഭാഗമായ വെബ്കൂഫ് പരിശോധിച്ചിരിക്കുന്നത് അവരുടെ കണ്ടെത്തൽ പ്രകാരം വൈറലാകുന്ന വീഡിയോ തെറ്റായ സന്ദർഭത്തിൽ പ്രചരിക്കപ്പെടുന്നതാണ്. വൈറലാകുന്ന ക്ലിപ്പിൽ സോനം വാങ്ചുക് പറയുന്നത് ഇങ്ങനെയാണ്: ചൈനയിൽ വലിയ പദ്ധതികൾ നടപ്പാക്കാൻ ഒരു ദിവസം മതി, എന്നാൽ ഇന്ത്യയിൽ ഒരു റോഡ് പണിയാനോ ഒരു പാലം നിർമ്മിക്കാനോ വർഷങ്ങൾ എടുക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാത്രമല്ല, നാളെ ചൈന ബോർഡർ കടന്നു വന്നാൽ ലഡാക്കിലുള്ളവരെല്ലാം ചൈനക്കാർക്ക് സപ്പോർട്ട് ചെയ്യും, അവരെ വരവേൽക്കും എന്നും അദ്ദേഹം പറയുന്നത് കാണാം. ഈ വീഡിയോ മാത്രം കാണുന്നവർക്ക് അദ്ദേഹം ചൈനയെ മാതൃകയാക്കുകയാണെന്ന് തോന്നാം. പക്ഷേ യഥാർത്ഥ വീഡിയോ മുഴുവനായി പരിശോധിക്കുമ്പോൾ കഥ മറ്റൊന്നാണ്. ദി ക്വിന്റിന്റെ പരിശോധന പ്രകാരം ഇത് ഇപ്പോഴത്തെ സമരത്തിനിടയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ അല്ല, മറിച്ച് പഴയൊരു അഭിമുഖത്തിൽ നിന്നുള്ള ചെറിയ ഭാഗം മുറിച്ചെടുത്ത് പുതിയ സാഹചര്യമായി ബന്ധിപ്പിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. ലഡാക്കിന് പ്രത്യേക പദവി വേണമെന്ന് പറഞ്ഞ് ആഹാരം കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഇന്റർവ്യൂവിലെ ചെറിയ ഭാഗമാണ് കട്ട് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വച്ചിരിക്കുന്നത്. യഥാർത്ഥ വീഡിയോയിൽ സോനം വാങ്ചുക് ഇന്ത്യയെ താഴ്ത്തിക്കെട്ടുകയോ ചൈനയെ അന്ധമായി പുകഴ്ത്തുകയോ ചെയ്തിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യ വേഗത കൂട്ടേണ്ടതുണ്ട്, അതിർത്തി പ്രദേശങ്ങളും റോഡുകളും മറ്റു സൗകര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് പോലും നിർണായകമായിരുന്നു. അതിനായി ചൈനയുടെ വേഗത ഒരു ഉദാഹരണമായി പരാമർശിച്ചതാണ്. മാത്രമല്ല, അദ്ദേഹം ചൈന ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ ലഡാക്കുകാർ സ്വീകരിക്കും എന്നല്ല, അദ്ദേഹം ഒരു കോമഡിയൻ പറഞ്ഞ തമാശ എന്താണെന്ന് വിശദീകരിക്കുകയായിരുന്നു. ആ തമാശ പറഞ്ഞത് ആ കൊമേഡിയനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും അദ്ദേഹം അതിൽ വിമർശിക്കുന്നുണ്ട്. അല്ലാതെ ലഡാക്കിലേക്ക് ചൈനക്കാർ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും എന്നല്ല അദ്ദേഹം പറയുന്നത്. അതായത് താരതമ്യം നടത്തിയതിനെ ചൈനയെ പിന്തുണച്ച് പ്രസ്താവനയായി അവതരിപ്പിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ. ഇവിടെയാണ് വീഡിയോയുടെ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നതിന്റെ അപകടം വ്യക്തമാകുന്നത്. ഒരു ദൈർഘ്യമേറിയ അഭിമുഖത്തിൽ നിന്ന് ഏതാനും സെക്കൻഡ് മാത്രം എടുത്ത് യഥാർത്ഥ സന്ദേശം തന്നെ മാറിപ്പോകാം. നടത്തിയ പരിശോധനയിൽ വൈറലായ വീഡിയോയുടെ ഫ്രെയിമുകളും യഥാർത്ഥ വീഡിയോയും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ അത് പഴയ വീഡിയോയിൽ നിന്നുള്ള ക്ലിപ്പാണെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പോഴത്തെ സമരവുമായി അതിന് നേരിട്ടൊരു ബന്ധവുമില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതാദ്യമായല്ല സോനം വാങ്ചുകിനെ കുറിച്ച് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും നിരാഹാര സമരത്തെക്കുറിച്ചും മറ്റ് പല ചിത്രങ്ങളും രേഖകളും തെറ്റായ അവകാശവാദങ്ങളോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും അവയും വിവിധ ഫാക്ട് ചെക്ക് സ്ഥാപനങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സോനം വാങ്ചുകിന്റെ സമരം ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. അതിനാൽ അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ വൈറലാകുന്ന ഓരോ വീഡിയോയും യഥാർത്ഥ പശ്ചാത്തലത്തിൽ പരിശോധിക്കാതെ വിശ്വസിക്കുന്നത് തെറ്റായ ധാരണകൾക്ക് വഴിവെക്കുമെന്ന് ഫാക്ട് ചെക്ക് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. വീഡിയോയുടെ ഒരു ഭാഗം മാത്രം ഉപയോഗിച്ച് ആരുടെയെങ്കിലും നിലപാട് തെളിയിക്കാൻ ശ്രമിക്കുന്നത് തെറ്റായ വിവരപ്രചരണത്തിന്റെ ഭാഗമായേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ ക്ലിപ്പും അതിന്റെ പൂർണ്ണരൂപം പരിശോധിക്കാതെ ഷെയർ ചെയ്യുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയോ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം.